നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ. 4 മാസക്കാലം നീണ്ടുനിന്ന യുദ്ധത്തിന് വിരാമമിടുകയാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇനി ഹോർമസ് കടലിടുക്ക് കപ്പലുകളുടെ സ്വതന്ത്ര യാത്രയ്ക്കായി തുറന്നുകൊടുക്കും. ഹോർമസ് വഴി ഇറാനിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്ന കപ്പലുകളെ ഇനി അമേരിക്ക തടയില്ല. ഒപ്പം ഇറാനും. ഈ വരുന്ന ജൂൺ 19 വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ് ഡീൽ ഔദ്യോഗികമായി ഒപ്പുവെക്കുന്നത്. ഡീൽ ഒപ്പുവെക്കുന്ന മുറയ്ക്ക് വെള്ളിയാഴ്ച മുതൽ ഹോർമസ് കടലിടുക്ക് തുറന്നുകൊടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഇനി എണ്ണ ഉൾപ്പെടെയുള്ള ചരക്കുകൾ യഥേഷ്ടം ഒഴുകുമെന്നും ഹോർമസ് കടലിടുക്കിലൂടെ ഇറാനിൽ നിന്നുള്ള എണ്ണ വലിയ തോതിൽ ലോകത്തേക്ക് വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഹോർമസിൽ ഇറാൻ വിതച്ച മൈനുകൾ ഒഴിവാക്കിയതിന് ശേഷമാകും കപ്പലുകളുടെ യാത്ര. ജനീവയിലെ ചടങ്ങിൽ ട്രംപും പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഡീലിൽ എന്തെല്ലാം എന്ന ചോദ്യമാണ് ലോകത്തുയരുന്നത്. ഈ ഡീൽ ആർക്കാണ് നേട്ടമുണ്ടാക്കുന്നത്? അമേരിക്കയ്ക്കോ ഇറാനോ? മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഇസ്രയേൽ മാധ്യമങ്ങൾ ഡീലിൽ എന്തൊക്കെ വ്യവസ്ഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നില്ല. പാകിസ്ഥാൻ, ഖത്തർ, ഒമാൻ, തുർക്കി, ഈജിപ്ത്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ സമാധാന കരാറിലെത്താൻ ഇരു രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാഴ്ത്തിയിരുന്നു. ഈ ഡീൽ ഇറാന് വലിയ സാമ്പത്തിക ആശ്വാസം നൽകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എന്നാൽ ഹോർമസിലും ആണവായുധ നിർമ്മാണത്തിലും ഇറാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഡീലിലെ മുഖ്യഭാഗങ്ങൾ ഇങ്ങനെ: 60 ദിവസത്തേക്ക് കൂടി വെടിനിർത്തൽ നീട്ടും. ഇറാനും US തമ്മിലുള്ള ആണവ ചർച്ചകൾ ഇക്കാലയളവിൽ നടക്കും. ഇതിനുശേഷമായിരിക്കും അന്തിമ ഡീൽ സജ്ജമാക്കുക. ഹോർമസ് കടലിടുക്ക് വെള്ളിയാഴ്ച തന്നെ തുറക്കും. ഇരുഭാഗത്തേക്കുമുള്ള കപ്പലുകൾക്ക് യഥേഷ്ടം വരാനും പോകാനുമുള്ള സ്വാതന്ത്ര്യം. ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് ഇറാൻ പിന്മാറും. നിലവിൽ ആയുധ നിർമ്മാണം ഉദ്ദേശിച്ച് ഇറാന്റെ കൈവശം 9000 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയമുണ്ട്. ഇത് നശിപ്പിക്കേണ്ടി വരും. ഇറാന്റെ യുറേനിയം ശേഖരത്തിൽ 440 കിലോഗ്രാം മാത്രമാണ് ആണവായുധ നിർമ്മാണത്തിനുള്ള ഗ്രേഡിലേക്ക് മാറ്റിയത്. തുടർ നടപടികൾ രാജ്യാന്തര ആറ്റോമിക് എനർജി ഏജൻസിയുടെ നേതൃത്വത്തിൽ. ഇറാന്റെ മരവിപ്പിച്ച 1.15 ലക്ഷം കോടി രൂപയുടെ ആസ്തികൾ US വിട്ടു നൽകും. 2.38 ലക്ഷം കോടി രൂപയുടെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുതരണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഹോർമസ് കടലിടുക്ക് കടക്കുന്ന ആദ്യ കപ്പൽ എന്ന നേട്ടം ദിഷ എന്ന ഇന്ത്യൻ LNG ടാങ്കർ സ്വന്തമാക്കും. കഴിഞ്ഞ 3 മാസമായി ഹോർമസ് കടക്കാനാവാതെ പേർഷ്യൻ കടലിൽ കുടുങ്ങിയ കപ്പലാണിത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിലുള്ള കരാർ ഞായറാഴ്ച ഒപ്പിടുമെന്നാണ് ശനിയാഴ്ച ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെ അന്തിമ കരാറിൽ ധാരണയായി എന്ന് ഇറാനും വ്യക്തമാക്കി. എന്നാൽ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ. ഞായറാഴ്ച അതിരാവിലെ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണം ഇസ്രയേൽ ആരംഭിച്ചു. കരാറിൽ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇസ്രയേൽ എന്തുകൊണ്ടാണ് ലെബനനിലേക്ക് കയറിയടിച്ചത്? ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലാണ് ഇസ്രയേൽ വൻതോതിൽ ബോംബാക്രമണം നടത്തിയത്. ഇതോടെ നെതന്യാഹുവിനെതിരെ ട്രംപ് കട്ടക്കലിപ്പിൽ. നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ട്രംപ് വായിൽ വന്ന പച്ചത്തെറിയൊക്കെ വിളിച്ചു. നെതന്യാഹു സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. മറുവശത്ത് ട്രംപ് നെതന്യാഹുവിനോട് തട്ടിക്കയറുകയും ചെയ്തു. ബെയ്റൂത്തിൽ ഇസ്രയേൽ ബോംബിട്ടതിനെതിരെ കേട്ടാലിറക്കുന്ന ഭാഷയാണ് ട്രംപ് നെതന്യാഹുവിനെതിരെ ഉപയോഗിച്ചത്. തൻ്റെ 80ാം ജന്മദിനാഘോഷങ്ങൾക്കായി വൈറ്റ് ഹൗസ് ഒരുങ്ങുന്നതിനിടയിലാണ് സഖ്യകക്ഷിയായ ഇസ്രയേലിൻ്റെ തലവനെതിരെ ട്രംപ് അതിനിശ്ചിതമായ വിമർശനവും പച്ചത്തെറിയും മുഴക്കിയത്. നെതന്യാഹുവിനൊട്ടും വിവേചന ബുദ്ധിയില്ലെന്നും അവൻ കാരണമെല്ലാം കുളമാകുന്ന അവസ്ഥയിലാണെന്നും ട്രംപ് വിളിച്ചുകൂവി. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ഔദ്യോഗിക സംഭാഷണത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ അമേരിക്കൻ മാധ്യമപ്രവർത്തകർ തന്നെ പുറത്തുവിടുന്നു. ട്രംപ് നെതന്യാഹുവിനെക്കുറിച്ച് അമേരിക്കൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളാണ് ലോകം ഞെട്ടലോടെ കേൾക്കുന്നത്. എന്തിനായിരുന്നു ബീബി ആ നാശം പിടിച്ച ആക്രമണം നടത്തിയത്? എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. ഞാൻ അവനെ വിളിച്ച് നല്ലത് 4 എണ്ണം കൊടുത്തു. അവനൊട്ടും വിവരമില്ല. ആ കാര്യം ഞാനവനെ കൃത്യമായി ധരിപ്പിച്ചു. മാസങ്ങളായി താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമാധാന കരാർ ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രയേൽ ബോംബെറിഞ്ഞ് തുലയ്ക്കാൻ നോക്കി എന്നാണ് ട്രംപ് പറഞ്ഞത്. ഞായറാഴ്ച പകൽ അതിസങ്കീർണമായിരുന്നു. ചർച്ചകൾ വീണ്ടും മുന്നോട്ട് പോയി. ഒടുവിൽ ഞായറാഴ്ച വൈകിട്ട് ട്രംപിൻ്റെ ചരിത്ര പ്രാധാന്യമുള്ള പ്രഖ്യാപനം: എണ്ണ ഒഴുകാൻ അനുവദിക്കുന്നു. ലോകമെമ്പാടും ഗ്യാസ് വില കുതിച്ചുയരുന്നു. മറുവശത്ത് സ്വർണം ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചു. വിലക്കയറ്റം സർവ്വസാധാരണമായി.
ഇനിയും ഈ നില തുടർന്നാൽ മിക്ക ലോകരാജ്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടും എന്ന നില. ഒരു കരാറിലെത്തിയതോടെ ട്രംപിന് വലിയ ആശ്വാസം. ഈ മഹത്തായ കരാർ മുഴുവൻ മേഖലയിലും സമാധാനവും സുരക്ഷയും കൊണ്ടുവരുമെന്ന് ട്രംപ് പറഞ്ഞു. യുഎസും ഇറാനും തമ്മിൽ ഒരു സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നു എന്ന പ്രഖ്യാപനം തുടർന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തി. സ്വിറ്റ്സർലൻഡുമായി അതിർത്തി പങ്കിടുന്ന ജനീവ തടാകത്തിൻ്റെ തീരത്ത് ഫ്രാൻസിലെ എവിയനിലെ ബെയിൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ തിങ്കളാഴ്ച രാത്രി പ്രസിഡന്റ് പറക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ നിർണായകമായ ഒപ്പുവയ്ക്കൽ ചടങ്ങിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങോട്ടേക്ക് തന്നെ യാത്ര ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇറാനുമായുള്ള കരാർ കടലിടുക്കിനെ ശാശ്വതമായി ഒരു ടോൾ ഫ്രീ മേഖലയാക്കി മാറ്റുമെന്ന് ട്രംപ് പറഞ്ഞു. ഈ സമാധാന കരാർ അട്ടിമറിക്കപ്പെട്ടാൽ ഇറാനെ വീണ്ടും ആക്രമിക്കുകയോ അല്ലെങ്കിൽ യുഎസിനെ മിഡിൽ ഈസ്റ്റിൻ്റെ കാവൽക്കാരനാക്കി മാറ്റുകയോ ചെയ്യുമെന്നാണ് ട്രംപിൻ്റെ നിലപാട്. ട്രംപും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിനോട് ഇപ്പോഴും മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ഈ കരാറിനെ നിശിതമായി വിമർശിക്കുന്നു. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഈ കരാറിൻ്റെ ഭാഗമാകില്ല എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളുടെ നിലപാട്. ഞായറാഴ്ച വെളുപ്പിന് ഇസ്രായേലിന് നേർക്ക് 3 പ്രൊജക്ടൈലുകളാണ് ഹിസ്ബുള്ള തൊടുത്തത്. അതുകൊണ്ടാണ് തങ്ങൾ പ്രത്യാക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ സൈന്യം വിശദീകരിക്കുന്നു. ഇസ്രായേൽ പ്രദേശത്തേക്കുള്ള ഹിസ്ബുള്ള ആക്രമണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഇസ്രായേൽ ആർമി തീരുമാനമെടുത്തു. തുടർന്നാണ് ബെയ്റൂത്തിലെ ദാഹിയ പരിസരത്തുള്ള ഹിസ്ബുള്ള തീവ്രവാദ സംഘടനകളുടെ ലക്ഷ്യങ്ങൾ തങ്ങൾ തകർത്തത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം നടത്തിയാൽ അവർ തിരിച്ചടിക്കില്ല എന്നാണ് ഹിസ്ബുള്ള കണക്കുകൂട്ടിയത്. ദീർഘവും മനോഹരവുമായ ഒരു സമാധാനത്തിൻ്റെ തുടക്കമായിരുന്നു. ആ തുടക്കം നെതന്യാഹു നശിപ്പിച്ചു എന്ന് ട്രംപ് ആരോപിക്കുമ്പോൾ തിരികെ കട്ടയ്ക്കുള്ള മറുപടിയാണ് നെതന്യാഹു ട്രംപിന് നൽകുന്നത്. ഏത് സമാധാന കരാറിൽ അമേരിക്ക ഒപ്പിടുമ്പോഴും ഇസ്രായേലിൻ്റെ സുരക്ഷ ഇസ്രായേൽ തന്നെ നോക്കും എന്നാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. ഇനി 60 ദിവസ സമാധാന ചർച്ചകൾ. ഒടുവിൽ ആത്യന്തിക കരാർ. ആണവ നിർമ്മാണത്തിൽ നിന്ന് പൂർണ്ണമായി ഇറാൻ പിൻവാങ്ങണം എന്ന് ശഠിക്കുകയാണ് ഇപ്പോഴും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ കരാർ ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെട്ടാൽ ആക്രമണം പുനരാരംഭിക്കുമെന്നും ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. ഇറാന്റെ കൈവശമുള്ള 440 കിലോഗ്രാം യുറേനിയം ശേഖരം കരാറിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന പ്രധാന ഘടകമായി ഇപ്പോഴും മാറുന്നു. ഈ യുറേനിയം ശേഖരത്തിൻ്റെ കാര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോഴും റിപ്പോർട്ടുകൾ. ഇറാന്റെ പക്കലുള്ള യുറേനിയം 60% വരെ സമ്പുഷ്ടീകരിച്ചതാണ്. സാധാരണ ആണവ നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് വെറും 3 മുതൽ 5% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മതി. എന്നാൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ 90% സമ്പുഷ്ടീകരിച്ച യുറേനിയം ആവശ്യമുണ്ട്. നിലവിൽ ഇറാന്റെ പക്കലുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആയുധ നിലവാരത്തിലേക്ക് ഉയർത്താൻ ഇറാന് കഴിയും. അവരുടെ കയ്യിലുള്ള യുറേനിയം ശേഖരം ഉപയോഗിച്ച് 10 ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. കരാർ യാഥാർത്ഥ്യമാകാൻ 3 വ്യവസ്ഥകൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. യുറേനിയം അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുക, ആയുധമാക്കാൻ കഴിയാത്ത വിധം യുറേനിയത്തിൻ്റെ തീവ്രത കുറയ്ക്കുക, ഇറാനിൽ തന്നെ കർശനമായ അന്താരാഷ്ട്ര നിയന്ത്രണത്തിൽ നിലനിർത്തുക. ഇതിൽ 3ാമത്തെ ഓപ്ഷൻ ഇറാൻ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയാണ് പൊതുവെ മധ്യസ്ഥ രാജ്യങ്ങൾക്ക്. അമേരിക്കയും ഇറാനും യുദ്ധം അവസാനിപ്പിക്കാനൊരു കരാറിൽ ഒപ്പുവെച്ചേക്കാം. എന്നാൽ ലെബനൻ ഉൾപ്പെടുന്ന വ്യവസ്ഥ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിരസിച്ചു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾ വലിയ മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന് കാരണമായി. തുടർന്ന് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയും ശക്തമായ ആക്രമണം തൊടുത്തിരുന്നു ഇസ്രായേൽ. IDF ലെബനനിൽ നിന്ന് പിന്മാറില്ല എന്നുറപ്പിക്കുകയാണ് ഇപ്പോഴും ഇസ്രായേൽ. നിലവിൽ അവർ വഹിക്കുന്ന സ്ഥാനങ്ങളിൽ തന്നെ അവർ തുടരും. ഹിസ്ബുള്ളയിൽ നിന്നുള്ള ഭീഷണി തടയാൻ പ്രവർത്തിക്കുന്നത് തങ്ങളുടെ സേനയുടെ കടമയാണ് ഇത് നെതന്യാഹു പറഞ്ഞു വയ്ക്കുന്നു. തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചതിനു ശേഷം മാത്രമേ ലെബനനിൽ നിന്നുള്ള സേനാ പിന്മാറ്റമുണ്ടാകൂ. ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ട്രംപ് കരാറിൽ ഒപ്പുവെക്കാവൂ എന്ന് നെതന്യാഹു ശഠിക്കുന്നു. ഈ കരാർ എത്രമാത്രം IRGC അംഗീകരിക്കും എന്ന സംശയം അമേരിക്കയിലും ശക്തമാണ്.
മാസങ്ങളായി നീണ്ട രൂക്ഷമായ സംഘർഷത്തിന് ശേഷം അമേരിക്കയെയും ഇസ്രായേലിനെയും തങ്ങൾ അപമാനിച്ചു എന്നാണ് IRGC ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഒരു സമാധാന കരാറിലേക്ക് അവരെ എത്തിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് ഇറാന്റെ വിജയം എന്ന് IRGC പറയുന്നു. ഇനി അവർക്ക് തോൽവി അംഗീകരിക്കുകയും കീഴടങ്ങുകയും ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവും മുമ്പിലുണ്ടായിരുന്നില്ല. സമാധാന കരാർ ചർച്ച നടക്കുമ്പോൾ ട്രംപിന്റെ മുൻ ഇടപെടലുകളെ തുടർന്ന് ഇസ്രയേലും ലെബനനും തമ്മിൽ യാതൊരുവിധ ആക്രമണവും ഉണ്ടാകില്ല എന്ന് ട്രംപ് നേരത്തെ ഇറാൻ ഉറപ്പുകൊടുത്തിരുന്നു. ലെബനൻ ഉൾപ്പെടെ മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ വളരെ അടുത്താണ് എന്ന് ട്രംപ് ശനിയാഴ്ച പ്രഖ്യാപിച്ചു. അതിന് തൊട്ടുപിന്നാലെ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്രയേൽ സമാധാന കരാർ അട്ടിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളുടെ നിലപാട്. തീവ്രവാദ സംഘടന ഹിസ്ബുള്ളയുടെ ആസ്ഥാനമെന്ന് കരുതുന്ന ബെയ്റൂത്തിലെ ഒരു അപ്പാർട്ട്മെന്റിൽ കൃത്യമായ വ്യോമാക്രമണമാണ് IDF നടത്തിയത്. കരാറിൽ ഒപ്പുവെക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അറിഞ്ഞു നടത്തിയ ഒരാക്രമണം. ഇസ്രായേലിന്റെ നിലപാട് വ്യക്തമാണ്. ഹിസ്ബുള്ളയെ മറ്റു ഭീഷണികളെ പൂർണ്ണമായി നിലംപരിശാക്കാൻ തങ്ങളുടെ സേന എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാർ അത് തങ്ങളെ ബാധിക്കില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. മറുവശത്ത് വലിയ നേട്ടം അവകാശപ്പെടുന്ന ട്രംപ് ഈ സമാധാന കരാറിൽ വിജയിക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.